ഷെർലക് ഹോംസിന്റെ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ അന്വേഷണം അത് 23-ന് തുടങ്ങുകയാണ്. ജനുവരി 23-ന് മമ്മൂട്ടി നായകനായി എത്തുന്ന, ഒപ്പം ഗോകുൽ സുരേഷും കൂട്ടായി എത്തുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിന്റെ വലിയൊരു സിനിമ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഗൗതം വാസുദേവ് മേനോന്റെ സിനിമയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അത്രത്തോളം അദ്ദേഹം ഒരു ബ്രാൻഡഡ് ആയ ഒരു വ്യക്തിയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇതാ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമായി, അതും മമ്മൂട്ടി കമ്പനിയോടൊപ്പം മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമ, അതാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ഒരു കുറ്റാന്വേഷണ ചിത്രം. രസികൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഡൊമിനിക് എന്ന ഡൊമിനിക് എന്ന കഥാപാത്രമായിട്ട് മുന്നേ കാലത്ത് സർവീസിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം അതിനുശേഷം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ. ഏതായാലും 23 വരെ കാത്തിരിക്കുകയെ നിവർത്തിയുള്ളൂ സിനിമ എങ്ങനെയായിരിക്കുമെന്നറിയാൻ. ഒരു കാര്യം ഉറപ്പിക്കാം, ചിത്രത്തിന് 2ാം ഭാഗം ഉണ്ടാകുമെന്ന സൂചനകളാണ് സംവിധായകൻ കൂടിയായ ഗൗതം വാസുദേവ് മേനോൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ചിത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രേക്ഷകർ ഈ ചിത്രത്തെ സ്വീകരിക്കുകയാണെങ്കിൽ, ചിത്രം നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് ഈ ചിത്രത്തിനെ ആളുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചിത്രത്തിന് 2ാം ഭാഗം ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു മാധ്യമത്തോട് പങ്കുവച്ചിരിക്കുന്നത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിൻ്റെ ജീവിതത്തിലെ ഒരു ഷെർലക് ഹോംസ് രീതിയിൽ കുറച്ച് കോമഡിയൊക്കെ വെച്ച് മനോഹരമായ രീതിയിൽ എടുത്തു വയ്ക്കാവുന്ന ഒരു ചിത്രമായിട്ടാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമ എടുത്തു വയ്ക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ്റെ മലയാളത്തിലെ ഈ ഒരു എൻട്രി ഗംഭീര വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് മമ്മൂക്ക എന്ന താരം, അദ്ദേഹത്തിൽ നിന്ന് ഒരു മികച്ച സൃഷ്ടി തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് വരുന്ന സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു ബ്രാൻഡിന് തന്നെയാണ് ഇപ്പോഴും പ്രാധാന്യമുള്ളത്. ഇതുവരെ ആ ഒരു ബ്രാൻഡിൽ അർപ്പിച്ച വിശ്വാസം അത് തിരികെ കൊടുക്കുന്ന കാര്യത്തിൽ അതൊരിക്കലും പുറകോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയും ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡൊമിനിക്കിനെയും കൂട്ടരെയും സ്വീകരിക്കാൻ തന്നെയാണ് മലയാള സിനിമാ പ്രേമികളെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ജനുവരി 23 ആകുമ്പോൾ അതിനുള്ള ഉത്തരം അവർ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഹിറ്റായി ഈ സിനിമ മാറുമെന്നാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും മമ്മൂട്ടി എന്ന താരവും അതുപോലെ തന്നെ ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളും എല്ലാം നമുക്ക് ക്യാരക്ടർ പോസ്റ്ററായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇവരെല്ലാം തന്നെ നമ്മളെ രസിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ഈ സിനിമ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഗൗതം വാസുദേവ് മേനോനും കൂട്ടർക്കും നല്ല